ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. വിശദമായ വാർത്തകളിലേക്ക്. സന്തോഷ് ട്രോഫി മത്സരങ്ങൾ നടത്താൻ നഗരസഭ സൗകര്യം ഒരുക്കുമെന്നും തിരൂർ സ്റ്റേഡിയം മറ്റൊരു ഏജൻസിക്കും കൈമാറാൻ ഭരണസമിതി തയ്യാറല്ലെന്നും ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു. യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ച് പൊതുജനങ്ങളെയും കായിക പ്രേമികളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും അവർ ആവശ്യപ്പെട്ടു. യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ച് പൊതുജനങ്ങളെയും കായിക പ്രേമികളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം. മുനിസിപ്പൽ സ്റ്റേഡിയം സംബന്ധിച്ച് നഗരസഭ ഒന്നും അറിയിച്ചിട്ടില്ലെന്ന കായിക മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ അനുവദിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നഗരസഭയുമായി ആരും യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടത്തിയിട്ടില്ല. ഒക്ടോബർ 2-ാം തീയതി 10 മണിക്ക് വിളിച്ചിട്ട് ബഹുമാന്യനായ മന്ത്രി വിളിച്ചു പറഞ്ഞു, കുറച്ച് പേര് സ്റ്റേഡിയം കാണുന്നതിന് വേണ്ടി വരുന്നുണ്ട്, ഒന്ന് അവിടെ പോകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ വേറെ പരിപാടിയിലായതുകൊണ്ട് വൈസ് ചെയർമാനെ ചുമതലപ്പെടുത്തി അദ്ദേഹം അവിടെ പോവുകയും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ നഗരസഭ തയ്യാറാണെന്നും പരിപാടി നടത്താനുള്ള സമ്മതവും ബഹുമാന്യനായ വൈസ് ചെയർമാൻ അറിയിച്ചതാണ്. എന്നിട്ടും ചില മാധ്യമങ്ങളിലൂടെ നഗരസഭയെ കുറിച്ച് മോശമായ രീതിയിൽ പരാമർശിക്കുന്നത് കണ്ടു വിഷമം തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. നഗരസഭയ്ക്ക് പോലും ഇടപെടാൻ പറ്റാത്ത തരത്തിൽ സ്പോർട്സ് കൗൺസിലിനെ പോലെയുള്ള മറ്റൊരു ഏജൻസിക്ക് സ്റ്റേഡിയം പൂർണ്ണമായി വിട്ടു നൽകണമെന്ന നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല. 10 ഏക്കറോളം കണ്ണായ സ്ഥലത്തുള്ള ഭൂമി കേരളത്തിൽ ഒരു നഗരസഭയ്ക്കും ഇത്രയധികം വളരെ വിശാലമായ ഒരു സ്റ്റേഡിയം നിലവിലില്ലാത്തതാണ്. തിരൂർ നഗരസഭയുടെ പൊതുജനങ്ങൾക്ക് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന, അവരുടെ കലാകായിക രംഗങ്ങളെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന നല്ല രീതിയിലുള്ളൊരു സ്റ്റേഡിയം സ്പോർട്സ് കൗൺസിലിന് വിട്ടുകൊടുത്താൽ, സ്പോർട്സ് കൗൺസിലുമായി ചർച്ച ചെയ്ത് 7 ദിവസങ്ങൾക്ക് മുമ്പേ അതിന് റിപ്പോർട്ട് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നഗരസഭയ്ക്ക് പോലും ഒരു പരിപാടി അവിടെ വെക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും നഗരസഭാ നിവാസികളിൽ നിന്നും അവരുടെ അവകാശം തീർത്തും അവർക്ക് അന്യം നിന്ന് പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളും ഇത് നഗരസഭ സ്പോർട്സ് കൗൺസിലിന് ഈ സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ തയ്യാറാവാതിരിക്കുന്നത്. സ്റ്റേഡിയം വികസനത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ഉടൻ തുടങ്ങും. സന്തോഷ് ട്രോഫി മത്സരം നടത്തുന്നതിന് പരിശോധനയ്ക്കെത്തിയ സംഘത്തോട് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറാണെന്ന് നേരിട്ട് അറിയിച്ചതാണ്. പക്ഷേ മത്സരം നടത്തുന്നത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും നഗരസഭയ്ക്ക് നൽകിയിട്ടില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. ഒരു കളിയെങ്കിലും തിരൂരിന് സന്തോഷ് ട്രോഫിയിൽ നിങ്ങൾ തരുമെങ്കിൽ സമയബന്ധിതമായി നിങ്ങൾ പറഞ്ഞ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കാൻ തയ്യാറാണ് എന്ന് നഗരസഭ അവരോട് വന്ന് പറഞ്ഞ് അവരെ തലകുലുക്കി സമ്മതിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ അങ്ങനെ ഒരു കളി തരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തിരൂരിന് അനുവദിച്ച് കിട്ടുന്ന കളികൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണക്കാർ ഒരിക്കലും നഗരസഭയല്ല, ഇതര ആൾക്കാരാണ് എന്ന് നാം തിരിച്ചറിയണം. മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കാണണം എന്ന് ആരും ആഗ്രഹിക്കരുത്. തിരൂർക്കാരുടെ സ്വപ്നമാണ് ഇവിടെ രാജ്യാന്തര നിലവാരമുള്ള സ്റ്റേഡിയം വരണമെന്നും അതിൽ നല്ല നല്ല കളികൾ നടക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നു. മുൻ MLA സി മമ്മൂട്ടി 4.5 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച സ്റ്റേഡിയം കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതി സംരക്ഷിക്കാതെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അത്യാവശ്യം ടോയ്ലറ്റ് സൗകര്യം പോലും ഒരുക്കാൻ കഴിഞ്ഞ 5 വർഷം ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. കായിക മന്ത്രിയുമായി ചർച്ച നടത്തിയപ്പോൾ നഗരസഭയുടെ ആശങ്ക അറിയിച്ചതാണ്. സന്തോഷ് ട്രോഫി മത്സരം തിരൂർ നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായാൽ ആവശ്യമായ മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും നഗരസഭ ഒരുക്കി നൽകും. നഗരസഭയുടെ ഈ താല്പര്യം മറച്ചുവെച്ച് പൊതുജനങ്ങളെയും കായിക താല്പര്യമുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്ന് ഭരണസമിതി ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സണൊപ്പം വൈസ് ചെയർമാൻ പി രാമൻകുട്ടി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സലാം മാസ്റ്റർ എന്നിവരും പങ്കെടുത്തു.